ഡെയിലി വായി നോക്കി നടന്നാലേ ഇങ്ങനെയൊക്കെ പറ്റിയിരിക്കും. ചിലപ്പം തിരിച്ചു വല്ലതും പറ്റിയെന്നിരിക്കും. ഓടി ഇതെന്താ വെള്ളരിക്കാ പട്ടണോ? താമസിയാതെ വല്ലതും പറഞ്ഞു തരും വെള്ളരിക്കാണോ ചുണ്ടയ്ക്കാണോന്ന്. ഇത് കാശ് കൊടുത്ത് വാങ്ങിയ കൊടയാ. എന്റെ ബാഗ് ദാനം കിട്ടിയൊന്നുമല്ല. മനുഷ്യനെ ഉപദ്രവിക്കാൻ ഓരോന്ന് ഇറങ്ങിക്കോടാ. കൊച്ചുകൊടുപ്പങ്കാലത്ത് ഓരോ മാരണങ്ങൾ വന്ന് പെടുന്നത്. ആ പിന്നെ കണ്ടോളാം. എങ്കിലും നിനക്ക് ഇത്രയ്ക്ക് ധൈര്യമുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്തെങ്കിലും കാരണവശാൽ ഞാൻ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ നീ ഈ നഗരത്തിൽ ഒറ്റയ്ക്ക് എന്ത് ചെയ്യുമായിരുന്നു? അത്രയ്ക്കൊന്നും ഞാൻ ആലോചിച്ചില്ല. ഇനിയും ഞാൻ അവിടെ നിന്നാൽ അമ്മാവനും അമ്മാവിയും കൂടെ അവരുടെ പുന്നാര മോനെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിക്കും. അതിനെന്താ, മുറച്ചെറുക്കനല്ലേ? ഒന്നാമത് വിവാഹത്തെക്കുറിച്ച് ഞാൻ ആലോചിച്ചിട്ട് പോലുമില്ല. എനിക്ക് ആൺവർഗത്തിനോട് തന്നെ ഒരുതരം വെറുപ്പാണ്. എന്ന് പറഞ്ഞാൽ നീ വല്ല കന്യാസ്ത്രീ മഠത്തിലും ചേരേണ്ടി വരും. നിന്റെ മുറച്ചെറുക്കൻ എന്താ ഒരു കുഴപ്പം? നമ്പർ 1 ലണ്ണു, കോവർ കഴുത. വേറെ കുഴപ്പമൊന്നുമില്ല. ഞാൻ വേറെ കല്യാണം കഴിച്ചാൽ എന്റെ അച്ഛനും അമ്മയും മരിക്കുന്നതിന് മുമ്പ് എനിക്ക് എഴുതി വെച്ച സ്വത്തൊന്നും അവർക്ക് കിട്ടില്ലല്ലോ. അത് വരാതിരിക്കാനാണ് ഈ ലണ്ണുവിനെ കെട്ടാൻ പറയുന്നത്. അതിന് വേറെ ആള് നോക്കട്ടെ. അത് ശരി. ഇപ്പൊ നീ എന്ത് ചെയ്യാൻ പോകുന്നു? ഒരു ജോലി സംഘടിപ്പിക്കണം. എന്തായാലും മതി. പറയാൻ എളുപ്പം, കിട്ടാനാ പ്രയാസം. ഇവിടെ ഞാനും വേറൊരു പെൺകുട്ടിയായിട്ടാണ് താമസിക്കുന്നത്. അവൾ നാട്ടിൽ പോയിരിക്കുകയാണ്. അവൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ താമസിക്കാൻ ബുദ്ധിമുട്ടാവും. പറയുമ്പോൾ നീ തെറ്റിദ്ധരിക്കരുത്. ഒരു ജോലി കിട്ടുന്നവരെ എവിടെയെങ്കിലും ഒരു മുറി വാടകയ്ക്ക് കിട്ടിയാൽ മതി. 2-3 മാസം പിടിച്ചു നിൽക്കാനുള്ള പണമുണ്ട്. ശരി, നമുക്ക് നോക്കാം. എനിക്ക് ഓഫീസിൽ പോകാൻ സമയമായി. നീ ഒന്ന് കുളിച്ചുറങ്ങി എണീക്കുമ്പോഴേക്കും ഞാനിങ്ങെത്താം. സർക്കാർ ഓഫീസല്ലേ, ഒന്ന് തല കാണിച്ചാൽ മതി. പണി ചെയ്തില്ലേലും 1-ാം തീയതി ശമ്പള ഷുവർ. എന്നിട്ട് കുന്തം 10 പൈസ ഇട്ടത്, അതിന് ഇത്രയൊക്കെ മതി. 10 പൈസ വെച്ചാ വലിയ മക്കളെ ഗോപാലകൃഷ്ണോ, നീ ആയിരുന്നോ? എന്താ രാവിലെ ഇങ്ങ് എത്തിയത്? ഞാൻ ഇനി വീട്ടിലേക്കില്ല. മൂപ്പിലാനെ കൊണ്ട് മടുത്തു. കൊല്ലാൻ പിടിച്ചാലും വളർത്താൻ പിടിച്ചാലും അയാൾ കിയോ എന്നാ. ഒരൊറ്റ കാര്യം കിളവന്റെ തലയിലോട്ട് കയറത്തില്ല. ഇങ്ങനെ തന്തമാരുണ്ടോ? അയാളുടെ തല എന്ന് ഞാൻ കണ്ടോ അന്ന് വരെ എനിക്ക് എറണക്കാരാ. അല്ല, നീ സ്വന്തം അച്ഛനെ പറ്റി തന്നെ അല്ലയോ പറയുന്നത്? ഓ, എങ്ങനെ പറയാതിരിക്കാ? കോളേജിൽ നിന്ന് ഇറങ്ങിയ അന്ന് മുതൽ ഞാൻ ചോദിക്കാ കുറച്ച് കാശ് തരാൻ, ഒരു ബിസിനസ് തുടങ്ങാൻ. കേട്ട ഭാവേ ഇല്ല. നീ വെറുതെ എടുത്തിയാലിട്ട് കാര്യമൊന്നുമില്ല. നീ ഇനി വീട്ടിൽ കേറൂല്ല എന്ന് പറഞ്ഞാൽ പോലും ഒരാളുടെ ചെലവ് കുറഞ്ഞു എന്നും പറഞ്ഞ് സമാധാനമായിട്ടിരിക്കുന്ന പാർട്ടി നിന്റെ തന്തപ്പടി. എന്ന് മാത്രമല്ല, ഈ കൂട്ടിനകത്ത് ഒറ്റയ്ക്ക് താമസിച്ചിട്ട് തന്നെ വൈകുന്നേരം ആകുമ്പോൾ ഒരു ചിന്നതടിക്കാനുള്ള ബന്ധപ്പാട് എനിക്കേ അറിയൂ. നീയും കൂടി ഇങ്ങോട്ട് വന്നാ അതുമില്ല. നമുക്ക് പട്ടയാക്കാം, ഏതായാലും ഫിറ്റായ പോരെ. ഈ ചിന്നതെന്ന് പറഞ്ഞതേ പട്ട തന്നെയാ. 1-ാം തീയതി ആകുമ്പോ എണ്ണിച്ചുട്ട അപ്പം പോലെ കിട്ടുന്ന 500 രൂപയും വെച്ചോണ്ട് സ്കോച്ച് കുടിക്കാൻ ഞാൻ ആരാ? കൊച്ചിരാജന്റെ കൊച്ചുമോനെ വല്ലോ ആണോ? പിന്നെ ഞാൻ എന്തോ ചെയ്യും? ഒരു 5-6 ചീറ്റൂടെ മലത്തി നോക്ക്. അവസാനം മൂപ്പിൽസ് തന്നെ സഹിയിട്ട് കൊണ്ടുപോയി തൊലയെന്നും പറഞ്ഞ് എന്തെങ്കിലും തരും. ഒരു സിഗരറ്റോ ബീഡി ഉണ്ടായിത്താ. നീ ആ തറയിലെങ്ങാനും തപ്പി നോക്കല്ലോ, കുറ്റിയും കിട്ടും. ഇവിടെ പട മേടിച്ച് പന്തളത്ത് നിന്നപ്പോ പന്തവും കൊളുത്തി പടാന്ന് പറഞ്ഞല്ലോ. ഇടാ, അതാ പറഞ്ഞത്. ഈ നരകത്തിൽ നിന്ന് കരകയറണമെങ്കില് നല്ല കാശുള്ള ഏതെങ്കിലും കുടുംബത്തിൽ നിന്ന് ഒരു പെണ്ണിനെ തപ്പിയെടുത്ത് കല്യാണം കഴിക്കണം. നീ നടക്കുന്ന കാര്യമല്ല പറ. അല്ലേലും നിന്റെ തലയിൽ നല്ല ബുദ്ധി കയറത്തില്ലല്ലോ. ഞാൻ ഏതായാലും ഒന്നിനെ ലൈൻ ഇട്ടോണ്ടിരിക്കുക. മിക്കവാറും ഉടനെ തന്നെ ഷെഡിൽ കയറും. അത് കഴിയുമ്പോ എന്റെ ഈ സൈലൊക്കെ അങ്ങ് മാറും. എന്തോന്ന് നീ കാര്യമായിട്ട് പറയണോ? ഇത് കണ്ടോ, മാഡം റൂഷേ. അവക്ക് നാറാതിരിക്കാനാ. ചെലവെന്തോന്നറിയാം? 250 രൂപ. ബോഡി സ്പ്രേ വില 80 രൂപ. പിന്നെ ഷാംപൂ, ആഫ്റ്റർ ഷേവ്, ലൊട്ടിലൊടുക്ക എല്ലാം കൂടെ കൂടി ഒരു 50 രൂപ. ഗ്ലാമർ കൂട്ടാനാ യാർഡ്ലി ക്രീം. ഇത് തേച്ചാലേ വെളുക്കും. ഇക്കണക്കിന് പോയാലേ സാറ് തേക്കാതെ തന്നെ വൃത്തിയായിട്ട് വെളുക്കും. ഏതാ ചരക്ക്? നമ്മുടെ കൊപ്ര മുതലാളി ഇല്ലേ, തേങ്ങാ കോവുന്ന പിള്ള, അങ്ങേരുടെ മോളാ, ഏക മകൾ.
ദി ഒൺലി ഡോട്ടർ. ഒത്താ പിന്നെ ഈ ഹരി ഒരു കൊച്ചു മുതലാളി അളിയാ. ആ വാചകം അടിച്ച് നേരം പോയതറിഞ്ഞില്ല. ഞാൻ ഇറങ്ങുന്നു. നീ വേണമെങ്കിൽ ഇവിടെ തന്നെ ഇരുന്നു. പക്ഷെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, കള്ളന്മാരെ ഉള്ള സമയമാ, പുറത്തു പോകുമ്പോ പൂട്ടിയിട്ട് പോണം. വരട്ടെ. ഇവിടെ കള്ളം കയറിയ നീ രക്ഷപ്പെട്ടിടാളിയാ. കേറുന്നവൻ ദൈവം നീ 10 രൂപയെങ്കിലും വെച്ചിട്ടു. ദാരിദ്ര്യവാസി. മറ്റേ ചേച്ചിയുടെ കുളിക്കുന്നു. ഇന്നാ പാല് ഒഴിച്ചിട്ട് കുപ്പിയാ. ആ ചിക്കുനെ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. എന്താ? ഇതെന്റെ കൂട്ടുകാരി രേവതി. ഈ ചേച്ചിക്ക് താമസിക്കാൻ ഒരു മുറി വേണം വാടകയ്ക്ക്. ചിക്കു ഒന്ന് അന്വേഷിക്കാമോ? വലിയ പ്രയാസമാ. പിന്നെ ഒരു വീടുണ്ട് ചുപ്രംപട്ടയുടെ. പക്ഷെ അയാളൊരു കന്യ. അവിടെ 2 മുറിയുള്ളൊരു വീട് വാടക കൊടുക്കാണ്ട്. പക്ഷെ ഫാമിലിക്കാ കൊടുക്കൂ. കല്യാണം കഴിച്ചാണോ? അല്ല. എവിടെന്നെങ്കിലും ഒരു ഭർത്താവിനെ ഒപ്പിക്കാമോ? ഏ അല്ല, തൽക്കാലം കൂടെ താമസിപ്പിക്കാൻ വിശ്വാസമുള്ള ഒരാളെ ഒപ്പിക്കാമോ എന്ന് ചോദിച്ചതാ. അവൾക്ക് ഇവിടെ ആരെയും അറിയില്ല. ചിക്കുവിന് വിശ്വാസമുള്ള ഒരാളുണ്ടെങ്കില് പൊന്നി ചിക്കു അല്ലേ, ചൊക്കൊരു കുട്ടൻ. ആ വിളിയൊന്നും വേണ്ട. ഡാവുല കൈയിരിക്കട്ടെ. കമ്മീഷൻ തരുമോ? തരാം. എന്നാ ശരി, ഞാൻ ചുപ്പന്നെ കാണട്ടെ. ഏതോ ഒരു പുഴയുണ്ടല്ലോ, ഛേ, ഭാരതപ്പുഴ, ഈ രമണനൊക്കെ എഴുതിയ ഒരു ചങ്ങമ്പുഴ. ആ അത് തന്നെ. അയാളുടെ കവിത കാണാതെ പഠിച്ച് പ്രേമഗീതം പാടി വെറുതെ ഇരിക്കുന്ന കുയിലിന്റെയും പട്ടിയുടെയും ഒക്കെ മുഖത്തു നോക്കി നിന്റെ കണ്ണുകളിൽ വിഷാദം തളം കെട്ടി നിൽക്കുന്നു എന്നും പറഞ്ഞ് ഒരു റൊമാൻറ്റിക് മൂഡ് സൃഷ്ടിക്കാൻ എന്നെ കൊണ്ട് പറ്റൂല. എനിക്കല്പം പ്രേമമുണ്ട്, സൗകര്യമുണ്ട്, വിവാഹം കഴിച്ചാൽ കൊള്ളാവുന്നുണ്ട്. ആ മല്ലിക എന്ത് പറയുന്നു? ഹരി എന്തായി പറയുന്നത്? എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ? അച്ഛനോട് ഇതൊന്നും സൗകര്യമായിട്ട് അവതരിപ്പിക്കണ്ടേ? പിന്നെ അച്ഛൻ എതിർക്കാൻ വഴിയില്ല. അച്ഛനേക്കാൾ വളരെ വലിയൊരു പണക്കാരന്റെ മകനാണ് ഹരി എന്നറിയുമ്പോൾ അച്ഛൻ കണ്ണും പൊട്ടി സമ്മതിക്കും. എന്നാ പിന്നെ അത് വേഗം അങ്ങോട്ടായിക്കൂടെ? ശരി, 2 ദിവസത്തിനകം ഞാൻ പ്രശ്നം അച്ഛനോട് അവതരിപ്പിക്കാം. ഹരിയെ വന്ന് കാണാനും പറയാം. ഹരിയുടെ അച്ഛന്റെ പേരെന്താ പറഞ്ഞത്? രാമുണ്ണി മേനോൻ അല്ലേ? പുത്തൻപുരയിൽ രാമുണ്ണി മേനോൻ അല്ല, മകൻ ഹരികൃഷ്ണൻ. അല്ല, ഇതാര് പാട്ടാശാന? പോസ് കണ്ടപ്പം വിചാരിച്ചല്ലോ കൊട്ടാരത്തിലായിരിക്കും താമസം. ഇപ്പോഴല്ലേ മനസ്സിലായത് പെരുവഴിയാന്ന്. ആ നീങ്ങി വാ, ഇവിടെ ഇരിക്ക്. ഒരു കാര്യം ചോദിക്കട്ടെ? എന്തുവാ? എനിക്കൊരു ഉപകാരം ചെയ്യാമോ? എനിക്ക് ഇവിടെ എവിടെയെങ്കിലും താമസിക്കാൻ ഒരു മുറി ഒപ്പിച്ചു തരാമോ? കമ്മീഷൻ തരാമോ? തരാം. എന്നാ ഒരു വീടുണ്ട്. പക്ഷെ ഒരു കുഴപ്പം. എന്ന് വെച്ചാ? ഭാര്യയുണ്ടോ? ഭാര്യയും കീരിയൊന്നുമില്ല, ഞാൻ ഒറ്റ തടിയാ. എവന്റെ അടുത്ത് വീട് ചോദിക്കുമ്പോ എന്നെ തല്ലണം. എന്നാ ഒരു ഭാര്യ ഒപ്പിക്കാമോ? എന്ന് വെച്ചാ? ഒരു വീടുണ്ട്, പക്ഷെ ഉടമസ്ഥ താമസിക്കാം. 2 മുറി വാടക കൊടുക്കും. ഒന്ന് ഞാൻ എടുത്തോളാം. അതിന് ചുപ്രം പെട്ട് സമ്മതിക്കണ്ടേ? അയാള് ഫാമിലിക്കോ കൊടുക്കൂ. ചുമ്മാ കണാ പെണ്ണ പറയാതെ കാര്യം വലിയ നടക്കുമെങ്കിൽ പറ. അതാ പറഞ്ഞൊരു ഭാര്യ ഒപ്പിക്കണമെന്ന്. നമ്മളെ ഒരു കൈയുണ്ട്, പാർട്ടിക്ക് ഒരു മുറി വേണം. നിങ്ങൾ തമ്മിൽ ഭാര്യ ഭർത്താവെന്ന് പറഞ്ഞ് വരാമെങ്കിൽ ഞാൻ സംഗതി ഒതുക്കി കൈ തരാം. ഒരല്പം അഭിനയിച്ചാ മതി. 2 പേർക്കും സുഖമായിട്ട് താമസിക്കാം. വാടക പകുതി പകുതി. മറ്റേ പാർട്ടി സമ്മതിക്കുമോ? അത് ഞാൻ ഏറ്റു. ഇതേ അവസ്ഥാനമായിട്ട് ചോദിക്കാ. എനിക്ക് എന്തെങ്കിലും ബിസിനസ് തുടങ്ങാൻ കുറച്ച് കാശ് തരണം. നീ ഇത്രയും കാലം ചോദിച്ചിട്ടും ഒന്നും തന്നില്ലെന്ന് വേണ്ട. 2 രൂപയുണ്ട്, എന്ത് ബിസിനസ് വേണമെങ്കിൽ ചെയ്തു. അച്ഛനെന്താ എന്നെ കളിയാക്കാണോ? നീ എന്താ എന്നെ വിരട്ടിയാണോ? നിനക്ക് ബിസിനസ് ചെയ്ത് മുടിക്കാൻ ഇവിടെ പണമൊന്നും ഇരിപ്പില്ല. അമ്മ ഇതൊന്നും കേൾക്കുന്നില്ലേ? കേട്ടിട്ടെന്താ? എന്റെ കയ്യിലാണ് കാശിരിക്കുന്നത്. ഇന്നലെ തെക്കേ പറമ്പ് വിറ്റ് 1.5 ലക്ഷം രൂപ എടുത്ത് അലമാരി വെച്ച് പൂട്ടിയിട്ടുണ്ട്. എനിക്കൊരു കാഞ്ചീപുരം പട്ടുവേണമെന്ന് പറഞ്ഞിട്ട് ഒരു അനക്കവും ഇല്ല. കാഞ്ചീപുരം പട്ട്? നീ കാഞ്ചീപുരം പട്ട് എടുത്തോണ്ടാണല്ലോ ഇങ്ങോട്ട് കയറി വന്നത്. ഇനി ഒരു മൈക്ക് കൂടെ വാങ്ങിച്ചു തരാം, നാട് മുഴുവൻ വിളിച്ചു പോവ്. ഇവിടെ 1.5 ലക്ഷം രൂപ ഇരിപ്പുണ്ടെന്ന്. അപ്പൊ ഇവിടെ കാശ് ഇരിപ്പുണ്ടല്ലേ? ആ ഉണ്ട്. എനിക്ക് 50,000 രൂപ ഉടനെ കിട്ടിയേ പറ്റൂ. ഇപ്പൊ സൗകര്യപ്പെടില്ല. പിന്നെ ഞാൻ എന്തോ ചെയ്യും? എനിക്ക് ജീവിക്കണ്ടേ? നിന്നെ പഠിപ്പിച്ചതേ ഒരു നഷ്ടക്കച്ചവടം. ഇനി ഈ വീട്ടിൽ നിന്ന് ഒരു ചില്ലി കാശ് നിനക്ക് വേണ്ടി ചെലവാക്കാനില്ല. നീ വേണമെങ്കിൽ പോയി മോഷ്ടിച്ചോ, ഞാൻ കേസ് പറഞ്ഞോളാം. അഡ്വക്കേറ്റ് ശങ്കുപിള്ളയ്ക്ക് കേസ് പറയാനേ സ്റ്റാമ്പിന്റെ ചെലവേ ഉള്ളൂ. അപ്പൊ എനിക്ക് കാശ് തരൂല അല്ലേ? നിനക്ക് എന്തിനാടാ ഈ ബിസിനസ്? 3 നേരം ആഹാരം കഴിച്ച് കിടന്നാ പോരെ? അതിനെ വേറെ ആളെ നോക്കണം. ഇന്നു മുതൽ ഈ വീടും ഞാനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. യാതൊരു ബന്ധവുമില്ല. അങ്ങനെയെങ്കിൽ അങ്ങനെ, കാശ് എന്നുള്ള ബന്ധമൊന്നും വേണ്ട. Then goodbye. ഗുഡ് ബൈ. എടാ, നിന്റെ അച്ഛൻ വക്കീൽ പണി നിർത്തിന്ന് കേട്ടല്ലോ, നേരാണോ? നേരെ ഇപ്പൊ ലീഗൽ അഡ്വൈസറാ. ആരുടെ? പുത്തൻപുരയിൽ രാമുണ്ണി മേനോന്ന് കേട്ടിട്ടുണ്ടോ? കൊള്ളാം.
കേട്ടിട്ടുണ്ടോന്ന്? ഈ സിറ്റിയിലുള്ള പകുതിയിലധികവും ഫാക്ടറികൾ അവരുടെ ഇല്ലയോ? രേവതി ടൈൽസ്, രേവതി ബിസ്ക്കറ്റ്സ്, രേവതി ഫൈനാൻസേഴ്സ്, കുറെ രേവതികളുണ്ട്. ആരാ രേവതി? മേനോൻ ഒരു മോനും മോളും ഉള്ളതായിട്ട് അറിയാം. രണ്ടുപേരും പുറത്താ പഠിക്കുന്നേ. ഈ രേവതി മോളായിരിക്കണം. സത്യം പറഞ്ഞ ആ കൊച്ചിനെ ഒന്ന് കണ്ട എനിക്കൊന്ന് ലൈൻ അടിച്ചാൽ കൊള്ളാവുന്നുണ്ടായിരുന്നു. അല്ല, തേങ്ങാവുന്ന പിള്ളേ മോശമൊന്നും അല്ല. ഓ, തേങ്ങ കോവുന്ന പിള്ളയുടെ കയ്യിൽ നിന്ന് ഒരു തേങ്ങ വാങ്ങിക്കാനുള്ള കാശ് എന്റെ ഉണ്ടോ? മോളെ കെട്ടാൻ നടക്കുന്നു. ചെല്ലേ ഇപ്പൊ കിട്ടും. അതാ ഞാൻ പറഞ്ഞ വേലയുണ്ടെന്ന്. മല്ലികയോട് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഞാൻ രാവുണ്ണിമേനോന്റെ മോനാന്നാ. അതുകൊണ്ടല്ലേ അവള് വളഞ്ഞൊടിഞ്ഞു പോകുന്നത്. പരമദ്രോഹി. കല്യാണം കഴിഞ്ഞ് അവൾ അറിഞ്ഞു പോയാൽ? അറിഞ്ഞു പോയാലല്ല, അറിയും. അല്ലെങ്കിൽ ഞാൻ അവളെ അറിയിക്കും. പിന്നെ ഒരല്പം ഇടിയും തൊഴിയും ഒക്കെ നടക്കും. അതുപോട്ടെ, എന്റെ കാര്യത്തിലൂടെ നീ ഒരു വഴി പറഞ്ഞ. നീ വീട്ടിൽ കാശ് ചോദിച്ചോ? ആ ചോദിച്ചു. ആ. സാമം ദാനം ഭേദം ദണ്ണം എല്ലാം നോക്കി. കേളവൻ ഒരു അനക്കമില്ല. അല്ല, നീ ഇപ്പൊ എന്തോ ചെയ്യണമെന്നാ മൂപ്പിൽസ് പറയുന്നത്? മോഷ്ടിക്കാൻ. കൊള്ളാം, നീ അത് ചെയ്താ മതി. ഈ കാലത്ത് അന്തസ്സുള്ള ഒരേ ഒരു ജോലിയാണ് മൂലധനവും വേണ്ട. പിന്നെ ഈ രാമുണ്ണിമേനോൻ ഈ നഗരത്തിൽ ഒരു വീടുള്ളതായിട്ട് അറിയാമോ? ആ, പോസ്റ്റ് ഓഫീസിനടുത്താ. അവിടെ ആരുണ്ട്? അവിടെ ആരുമില്ല, വീട് നോക്കുന്ന ഒരുത്തൻ മാത്രം. ഛെ, എവിടെ പോയി കിടക്കുവാ ഈ പാട്ട് കൊണ്ടാരം? നമുക്ക് പോവാൻ ചിക്കു. എന്ന് പറഞ്ഞാ ഭർത്താവില്ല അങ്ങോട്ട് എന്നാ ചുപ്രം വിട്ട് ഓട്ടിക്കും. ഇയാൾ എവിടെ പോയിരിക്കോ? വല്ല കടത്തിന്റെയും ചുണ്ട് കിടക്കുമായിരിക്കും. എനിക്ക് വരുന്ന ഓരോ ഗതിയോട് നോക്ക്. ഇനി നാലെടുത്ത് പാല് കൊടുക്കേണ്ടതാ. 4 കാശ് കമ്മീഷൻ കിട്ടുമല്ലോ എന്ന് കരുതി ഏറ്റതാ. ആളെങ്ങനെ ചിക്കു? വിശ്വസിച്ച് താമസിക്കാമോ? അയ്യോ, ആളൊരപ്പാവിയാ. കൊണോണോന്ന് പറ പാട്ട് പാടും. വേറെ ഒരു ഉപദ്രവം ഇല്ല. പോകാം. അല്പം താമസിച്ചുപോയി. പിന്നെ എന്റെ കൂടെ താമസിക്കാൻ വരുന്ന പാർട്ടി ഇതാണോ? അല്ല, എന്റെ കൂട്ടുകാരി രേവതിയാണ് ഈ കുട്ടി. ഇയാളോ? നേരത്തെ അറിയോ? അപ്പൊ എളുപ്പമായി. ഇയാളോട് താമസിക്കാൻ എന്നെ കിട്ടൂല. അയ്യോ, ഇവളാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വരില്ലായിരുന്നു. വാ ശോഭേ, നമുക്ക് പോവാം. അപ്പൊ കമ്മീഷനാ? കമ്മീഷൻ 2 ഉണ്ടാ. പോടാ, ഓരോന്നിനെ തപ്പിക്കൊണ്ടുവന്നിരിക്കുന്നു. മനുഷ്യവർഗത്തിൽപ്പെട്ടാണെങ്കിൽ കൂടെ താമസിക്കാം. ഇതൊക്കെ അലമ്പ കേസുകളല്ലേ? ഓ, വലിയ IAS ഓഫീസർ അല്ലേ? ഇതിനൊക്കെ കടത്തിനെ പറഞ്ഞിട്ടുള്ളൂ. വാ ശോഭേ. അപ്പൊ ഞാൻ പോവാട്ടോ. വയ്ക്കോ. അപ്പൊ ഞാൻ പോട്ടാ. ആ, വയ്ക്കോ. നില്ല് പോവാൻ വരട്ടെ. നീ എങ്ങോട്ടാ? നാളെ എന്റെ റൂംമേറ്റ് വരും. പിന്നെ ഒന്നുകിൽ ഞാൻ പുറത്ത് നിൽക്കണം, ഇല്ലെങ്കിൽ നീ പുറത്ത് നിൽക്കണം. അതിലും ഭേദം തൽക്കാലം എവിടെയെങ്കിലും ഒരു മുറി കിട്ടുന്നതാണ്. വേറൊന്ന് കിട്ടുമ്പോൾ മാറാം. ആലോചിക്കാൻ ഒന്നുമില്ല, സമ്മതിച്ചേരെ. ശരി. ഞാനില്ല. പോ. രാത്രി എവിടെയെങ്കിലും ചുരുവിടും. വല്ലവനെ വിളിച്ചോളി ചപ്പാത്തി പുരവാക്കും. ഒരു മുറി കിട്ടാൻ വേറെ വഴിയൊന്നും ഇല്ലേ ചെറുക്ക? ഒരു വഴിയുണ്ട്. ഏതെങ്കിലും കടവത്തി പൊളിച്ചാൽ മതി. പോലീസ് പിടിച്ച് അകത്താക്കും. ലോക്കപ്പിലാണേലും എന്താ, കിടക്കാൻ ഒരു മുറിയും സർക്കാർ ഗോതമ്പുണ്ടായില്ലേ? ചെല്ലേ, എനിക്ക് കളിച്ചോണ്ടിരിക്കാൻ നേരെ രാശം വരുന്നേ. വാ, ഇതൊരു തല്ലിപ്പൊളി ഇടപാടായി തീർന്നു. ഞാനും വരാം. ഓ, സമ്മതിച്ചല്ലേ. പോകുന്നതിന് മുമ്പ് ഒരു ചടമുണ്ട്. ഭാര്യ ഭർത്താവെന്ന് പറഞ്ഞ് വെറുതെ എന്നല്ലേ ചുപ്രം ചവിട്ടി പുറത്താക്കും. കഴുത്തിലൊരു താലി വേണ്ടേ? ഇതങ്ങോട്ട് കെട്ടിക്കൂടെ? പിന്നെ പൊളിക്കും. തിന്നല്ല പറഞ്ഞത്, കെട്ടാൻ. കണ്ട ആ പോപ്പേന്ന് എന്റെ കഴുത്തിൽ താലി കെട്ടണ്ട. ഓ, വരും ജയ്പൂർ രാജകുമാരൻ. ചുന്ദരി കോതയല്ലേ, കണ്ടച്ചാലും മതി. തുടങ്ങി നിർത്തോ? ഇങ്ങനെ ഞാൻ കെട്ടിക്കൊടുക്കാം. പോടാ മോനെ, ചില്ലറ മോഹമൊന്നും അല്ലല്ലോ. ഇങ്ങിതാ. കമ്മീഷന്റെ കാര്യം ഓർത്തിട്ടാ, ഇല്ലെങ്കിൽ എല്ലാം ഇട്ടറിഞ്ഞിട്ട് പോയനെ. കൊള്ളാം അല്ലേടി? എനിക്കിഷ്ടപ്പെട്ടു. എനിക്കും. കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? ഇപ്പൊ കഴിഞ്ഞേ. അല്ല, കുറച്ചു നാളെ ആയുള്ളൂ. അതെ അതെ, അതും എനിക്കിഷ്ടപ്പെട്ടു. നിനക്കോ? എനിക്കിഷ്ടപ്പെട്ടു. അല്ല, ഇന്നത്തെ കാളച്ചന്തയാണ്. എത്ര വണ്ടി വലിച്ചു, എത്ര പാട ഊഴി എന്നൊക്കെ ചോദിക്കും പോലെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ഭാര്യ, ഇത് ഭർത്താവ്. അല്ല, ഇത് ഭർത്താവ്, ഇത് ഭാര്യ. താക്കോൽ അങ്ങോട്ട് കൊടുക്കണം. എന്റെ കമ്മീഷൻ ഇങ്ങോട്ട് തരണം. മനസ്സിലായോ? ആ, മനസ്സിലായി വരുന്നു. അഡ്വാൻസ് എന്തായാലും ഉണ്ട്. എന്നാ നിങ്ങൾ പോയി അങ്ങ് താമസം ആരംഭിച്ചോളി. കൗസല്യേ, നീ പോയി ആ മുറിയൊക്കെ ഒന്ന് കാണിച്ചോളൂ. ചെല്ലേ വന്നാട്ടെ. ഇങ്ങോട്ട് 5 മാസം ആടെ അഡ്വാൻസ്. എന്റെ കമ്മീഷൻ അത് അടുത്ത മാസത്തെ പാലിന്റെ കാശ് വരുമ്പോ കൂടെ തരാം. എടാ, പിന്നെ ഈ 4 ആള് കൂടുമ്പോൾ നിന്റെ ഈ ഷൈനിങ് ഉണ്ടല്ലോ, അത് ഈ ചുപ്പറുണ്ടത് വേണ്ട. ആപ്പടെ പൊടിടപ്പീട് അത്ര ഉള്ളൂ. അവന്റെ ഒരു ആളാവക്കം. നീ ഏടാ ഡിസ്ട്രിക്ട് കളക്ടറോ അത് മനുഷ്യട്ടോ? ഇവിടെ ആരുമില്ലേ? പട്ടിയുണ്ടോ?
പട്ടിയുണ്ടോ? ഇവിടെ ആരും ഇല്ലേ? വീട് വാടകയ്ക്ക് കൊടുക്കുന്നു കേട്ടു. ശരിയാണോന്നറിയാമെന്നാ? ശരിയല്ല. നമ്മളാരാ? എന്റെ വീട്ടിൽ കയറി വന്നിട്ട് ഞാൻ ആരാണെന്നോ? ഹ, ഈ വീട് അടിച്ചു വരാനും സൂക്ഷിക്കാനും ഒക്കെ ആയിട്ട് നിയമിച്ചുള്ള ചെല്ലപ്പനല്ലേ? ആ. അയലോടില്ലേ? എന്താ കാര്യം? അല്ല, അയക്കൊരല്പം കാശ് കിട്ടുന്ന കാര്യമാ. അയ്യോ, ഞാൻ തന്നെയാണ് സാർ ചെല്ലപ്പൻ. സാർ അകത്തോട്ട് വരണം. വരണം സാർ, വരണം വരണം. ഞാൻ തന്നെയാണ് ആ ചെല്ലപ്പൻ സാറിന് വിശ്വാസം വരുന്നില്ലേ? ആ, അതാ ഇപ്പഴാ. ഓ, അത് ശരി. ഇത് വിശ്വരൂപം, നേരത്തെ കണ്ടത് അവതാരം. ഇതെല്ലാം ചെല്ലപ്പന്റെ ഒരു തമാശയല്ലേ സാർ? നമ്മുടെ കിഷൻ പറഞ്ഞ പോലെ സർവവിശ്വാസന ഛായ സംഭവാമി യുഗേ. വരണം സാർ. ഇരുന്നാട്ടെ. ഒരു 100 ഒഴിക്കട്ടാ? വേണ്ട, എന്നാ ഞാൻ ഒഴിച്ചോട്ടെ. വെള്ളം ഒഴിക്കത്തേ ഇല്ലേ? മുതലാളി അതിഥികളെ സൽക്കരിക്കാൻ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന. മുതലാളി വന്നിട്ട് വേണ്ടേ അതിഥികൾ വരാൻ. ഓ, പിന്നെ ഇതിവിടെ ഇരുന്ന് പുളിച്ചു പോകുമല്ലോ എന്ന് കരുതി ഞാൻ സ്വപ്പം സ്മാൾ അടിക്കും. കണക്കിന് വെള്ളം ഒഴിച്ചങ്ങ് വെക്കുകയും ചെയ്യും. അങ്ങനെ ആയി ഇപ്പൊ ഇതിന് വെള്ളം മാത്രമേ ഉള്ളൂ, മദ്യമില്ല. പിന്നെന്തിനാ ഞാൻ വെള്ളം ചേർക്കുന്നത്? ചെല്ലപ്പൻ ആള് കൊള്ളാമല്ലോ. ഓ, അതൊന്നുമല്ല സാർ. സാറിനെ കണ്ടപ്പോഴേ ഒരു കള്ള ലക്ഷണം എനിക്കും തോന്നി. അപ്പൊ ഞാനും അത്ര മോശമല്ല എന്ന് പറഞ്ഞതാ. സാർ എനിക്കെന്തോ കുറച്ച് കാശ് കിട്ടാനുള്ള കാര്യം പറഞ്ഞല്ലോ സാർ. എന്താ? ചെല്ലപ്പനോട് ഒറ്റയ്ക്കല്ലേ താമസം? അതെ. കഴിഞ്ഞ 3 കൊല്ലമായിട്ട് അങ്ങനെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ല. ഇത്രയും വലിയ പണക്കാരനായിട്ടും ഇപ്പോഴും പഴയ നാട്ടും പുറത്തുകാരന്റെ സ്വഭാവമാണ്. കണക്കെല്ലാം കൊണ്ട് മാനേജർമാർ അങ്ങോട്ട് ചെന്നോളൂ. പിന്നെ എനിക്ക് ശമ്പളം തരാൻ വേണ്ടി ഇത്രയും കെട്ടിയിട്ടിരിക്കുന്നു. പിന്നെ ഈ ശമ്പളത്തിന് പുറമെ ഒരല്പം കിമ്പളം കൂടെ കിട്ടുന്നതിനെ പറ്റി ചെല്ലപ്പന്റെ അഭിപ്രായം എന്താ? നല്ല അഭിപ്രായമാ. ഏതായാലും ഇതിരിക്കട്ടെ. കള്ളന് കഞ്ഞി വെക്കുന്നവനുണ്ടെന്ന് അറിയാം, കള്ളന്റെ തന്തയ്ക്ക് കഞ്ഞി വെക്കുന്നവനുണ്ടെന്ന് ഞാനിപ്പോഴാ അറിയുന്നത്. ജീവിക്കണ്ടേ സാർ? അപ്പോ നാളെ മുതൽ രാമുണ്ണിമേനോന്റെ മോനോട് താമസിക്കാൻ വരുന്നു. അയ്യോ, അതായത് ഞാൻ